ബിഗ് ബോസ് മലയാളം സീസൺ 7 അങ്ങനെ അനുമോൾക്കും അതുപോലെ തന്നെ ആദില, നൂറ ഈ 3 പേർക്കും നല്ല കണക്കിന് ലാലേട്ടൻ്റെ ഇന്ന് കിട്ടുന്നുണ്ട്. അത് മറ്റൊന്നിനല്ല, അവർ 3 പേരും ആ ഒരു ഡ്രസ്സിങ് റൂമിൽ പോയി നിന്നല്ലോ, ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിലും കുറച്ച് കളി കൂടുന്നുണ്ടോ അനുമോൾക്ക് എന്ന് എനിക്ക് സംശയമില്ലാതില്ല. കാരണം മുമ്പൊക്കെ നല്ല രീതിക്ക് ഒറ്റയ്ക്ക് ഇൻഡിവിജ്വലായി കളിച്ചുകൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. ഇപ്പോൾ ഗ്രൂപ്പിൽ പെട്ടിരിക്കുകയാണ് ഈ ഒരു 3 പേരും. അപ്പോൾ അത് ശരിക്കും എനിക്കിപ്പോൾ ഒന്നും ഒരു സീരിയസ്നെസ് ഇല്ലാത്ത പോലെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടുന്നത് പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു മത്സരാർത്ഥിയായിരുന്നു കേട്ടോ അനുമോൾ. ഇപ്പോൾ കുറച്ചായിട്ട് എന്തോ എനിക്ക് ഡൗൺ ആയിട്ടാണ് ഫീൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ലാലേട്ടനാണെങ്കിൽ ഇങ്ങനെ ചോദിക്കുന്ന സമയത്ത് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, കേൾക്കുന്നേ ഇല്ല വിളിക്കുന്നത് അനുമോളെന്ന്. ഹലോ ഇവിടെ എന്നിങ്ങനെ പറഞ്ഞിട്ട് പിന്നെ ലാലേട്ടൻ വിളിക്കുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് പോലും. അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇന്നലെ ആണെങ്കിൽ തന്നെ അനുമോള് ലാലേട്ടൻ സംസാരിക്കുന്ന സമയത്ത് എഴുന്നേറ്റ് നിന്നിട്ട് എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കുക, എനിക്കൊന്നും കേൾക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് ഇന്ന് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവൻ ചെയ്യുന്ന കാര്യങ്ങൾ ഒട്ടും സമ്മതിച്ചു കൊടുക്കാത്തൊരു വ്യക്തിയായിട്ടാണ് അനുമോളെ എനിക്ക് തോന്നിയത്. നിങ്ങൾക്ക് എന്താണ് തോന്നിയതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.